മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രധാന മാലാഖമാരുടെ മധ്യസ്ഥതയും സഹായവും നിങ്ങൾക്ക് ഈ ദിവസം ലഭിക്കട്ടെ. തിരുസഭയിൽ നിന്ന് പ്രധാന മാലാഖമാരായ വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ എന്നിവരുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. ദൈവത്തിന്റെ സന്ദേശവാഹകരും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സംരക്ഷകരുമായി ദൈവം നൽകിയിരിക്കുന്നതാണ് പ്രധാന മാലാഖമാരെ. മിഖായേൽ മാലാഖ ദൈവത്തിന്റെ സൈന്യാധിപനാണ്. ദൈവത്തോട് തുല്യൻ ആരാണ് എന്നാണ് മിഖായേൽ എന്ന വാക്കിന്റെ അർത്ഥം. വെളിപാടിന്റെ പുസ്തകത്തിന്റെ 12-ാമത്തെ അധ്യായത്തില് 7-ാമത്തെ തിരുവചനത്തില് സ്വർഗത്തിലെ യുദ്ധത്തില് പിശാചിനെയും അവന്റെ ദൂതന്മാരെയും തകർത്തു കളയുന്ന മിഖായേൽ മാലാഖയെ നമ്മൾ കാണുന്നുണ്ട്. ദൈവജനത്തെ സംരക്ഷിക്കുന്ന മഹാസേനാനിയാണ് മിഖായേൽ മാലാഖ. ദൈവത്തിനോടുള്ള വിശ്വസ്തതയിൽ ഉറച്ചു നിന്നവനാണ് മിഖായേൽ മാലാഖ. അതുകൊണ്ട് തന്നെ ദുഷ്ടശക്തികളെ നേരിടാനായിട്ടുള്ള ശക്തി ദൈവത്തിൽ നിന്ന് അവൻ സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില് പിശാചിന്റെ ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിളിച്ചപേക്ഷിക്കേണ്ട മാലാഖയാണ് മിഖായേൽ മാലാഖ. അതുപോലെ തന്നെ മിഖായേൽ മാലാഖ നമുക്ക് നൽകുന്ന സന്ദേശം ദൈവത്തിനോടുള്ള വിശ്വസ്തതയില് നമ്മൾ ഓരോരുത്തരും ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. ദൈവം പറയുന്നതേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കാവൂ. ദൈവത്തിന്റെ വഴിയിലൂടെ മാത്രമേ നമ്മൾ സഞ്ചരിക്കാവൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ചിന്തകൾക്കനുസരിച്ച്, നമ്മുടെ വികാരങ്ങൾക്കനുസരിച്ച്, നമ്മുടെ അഹങ്കാരത്തിനനുസരിച്ച് നമ്മൾ നടക്കരുത്. ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് നമ്മൾ ആരും ധരിച്ചു വെക്കരുത്. ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് നമ്മൾ ആരും വിചാരിച്ചേക്കരുത്. ദൈവം നമ്മളോട് പറയുന്നതാണ് ശരി. അതനുസരിച്ച് ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നമ്മൾ ജീവിക്കുക. ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നമ്മൾ ജീവിച്ചാല് സാത്താൻ സൈന്യത്തിനെതിരെ നിൽക്കാൻ, പിശാചിനെ തകർക്കാനുള്ള കരുത്ത് ദൈവം നമുക്ക് തരുമെന്നാണ് മിഖായേൽ മാലാഖ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തില് പിശാചിന്റെ പ്രവർത്തനങ്ങളോട് നമ്മൾ പറയാറുണ്ട്. അത് മാറാൻ നമ്മൾ പല സ്ഥലങ്ങളിലേക്കും പോകും. പ്രിയപ്പെട്ടവരെ, പിശാചിനെ തകർക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നിലനിൽക്കുക. അപ്പോൾ പിശാചിനെ തകർക്കാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകും. ഗബ്രിയേൽ ദൈവത്തിന്റെ സന്ദേശവാഹകന, ദൈവത്തിന്റെ ശക്തി എന്നാണ് ഇതിന്റെ അർത്ഥം. ദാനിയേലിന്റെ പുസ്തകത്തില് ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രവാചകനോട് ഗബ്രിയേൽ മാലാഖ വിവരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലെ പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് വന്ന് ദൈവത്തിന്റെ ദൂത് ഗബ്രിയേൽ മാലാഖ നൽകുന്നത് നമ്മൾ കാണുകയാണ്. ദൈവത്തിന്റെ സന്ദേശം നമ്മുടെ മനസാക്ഷിയിലൂടെ നമ്മോട് സംസാരിക്കുന്ന മാലാഖയാണ് ഗബ്രിയേൽ മാലാഖ. ഗബ്രിയേൽ മാലാഖയുടെ മധ്യസ്ഥത അപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷിയിലൂടെ നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന കാര്യങ്ങള് മാലാഖ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഈ മാലാഖയിലൂടെ നമ്മൾ പഠിക്കേണ്ട കാര്യം, ദൈവത്തിന്റെ സന്ദേശവാഹകരായിട്ട് നമ്മൾ മാറണം. ഗബ്രിയേൽ ദൂതൻ നൽകുന്ന സന്തോഷത്തിന്റെ സദ്വാർത്ത നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അരികിലേക്ക് വരുന്നവർക്ക് നൽകാനായിട്ട് കഴിയുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. എന്റെ ജീവിതം മറ്റുള്ളവർക്ക് സന്തോഷത്തിന്റെ സന്ദേശമായിട്ട് മാറണം. ദൈവത്തിന്റെ സന്തോഷത്തിന്റെ സന്ദേശം നമ്മുടെ അരികിൽ നിൽക്കുന്നവർക്ക് നമ്മുടെ പ്രവർത്തികളിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ വേദന കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്നവരായിട്ട് നമ്മൾ മാറരുത്. ഉപരി നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സന്തോഷത്തിന്റെ സദ്വാർത്ത നൽകുന്നവരായിട്ട് നമ്മൾ മാറണം. നമ്മുടെ കുടുംബ ജീവിതത്തിലായാലും നമ്മുടെ സമൂഹ ജീവിതത്തിലായാലും എന്റെ ജീവിതം എന്റെ കുടുംബത്തിൽ, എന്റെ സമൂഹത്തിൽ എത്രമാത്രം സന്തോഷത്തിന് കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കണം. ദൈവത്തിന്റെ സന്തോഷത്തിന്റെ സദ്വാർത്ത കുടുംബത്തിലും സമൂഹത്തിലും അറിയിക്കുന്നവരായിട്ട് മാറാനുള്ള വിളി ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് നമ്മൾ ആരും മറന്നുപോകരുത്. റഫായേൽ ദൈവം സുഖപ്പെടുത്തുന്നു. തോബിത്തിന്റെ പുസ്തകത്തില് തോബിത്തിനെയും അവന്റെ മകനെയും വഴി നടത്താനായിട്ട് ദൈവം റഫായേൽ മാലാഖയെ അയക്കുന്ന നമ്മൾ കാണുന്നുണ്ട്.
തോബിത്തിന് രോഗശാന്തി നൽകുന്നത് നമ്മൾ കാണുകയാണ്. ദൈവം നമ്മെ സുഖപ്പെടുത്തുകയും ജീവിതത്തിൽ വഴികാട്ടുകയും ചെയ്യുന്നുവെന്ന് നമ്മൾ ആരും മറന്നുപോകരുത്. നമ്മുടെ ജീവിതത്തില് ദൈവം നമുക്ക് സൗഖ്യം നൽകും, സുഖപ്പെടുത്തും നമ്മെ. നമുക്ക് വഴികാട്ടിയായിട്ട് ദൈവം നമ്മുടെ മുൻപിലുണ്ട്, അവിടുന്ന് മാലാഖയെ അയക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. മറ്റുള്ളവർക്ക് സൗഖ്യവും സന്തോഷവും പകരാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, മുറിവേറ്റിരിക്കുന്നവർ നമ്മുടെ അരികിലേക്ക് കടന്നു വരുമ്പോൾ, അത് നമ്മുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും, അവർക്ക് സൗഖ്യം കൊടുക്കണം. ആശ്വാസത്തിന്റെ വചനം പറഞ്ഞ് അവർക്ക് സൗഖ്യം കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അവർക്ക് സന്തോഷം നൽകുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. വിശ്വാസത്തോടെ മാലാഖമാരുടെ മധ്യസ്ഥത അപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അവരിലൂടെ ദൈവം നൽകുന്ന സന്ദേശം നമുക്ക് സ്വീകരിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് വിശുദ്ധ മിഖായേലിന്റെയും വിശുദ്ധ റഫായേലിന്റെയും വിശുദ്ധ ഗബ്രിയേലിന്റെയും വലിയ മധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിത വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെയുണ്ടായിരിക്കണമേ. അധ്വാനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. വിശുദ്ധ മിഖായേലിന്റെയും വിശുദ്ധ ഗബ്രിയേലിന്റെയും വിശുദ്ധ റഫായേലിന്റെയും മധ്യസ്ഥത അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരും ഇവരുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും നിർവീര്യമാകട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.